കൈലാഷ് എന്തിനാ വന്നത്? അത് പറഞ്ഞത് കുറഞ്ഞു പോയിന്ന് തോന്നിയിട്ട് വീണ്ടും വഴക്ക് പറയാനാണോ? പറയാനുള്ളത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പറയുന്നതിന് മുൻപ് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോന്ന് ആലോചിക്കണം. മാഡത്തിനെ വഴക്ക് പറയാനൊന്നും അല്ല ഞാൻ വന്നത്. പിന്നെ എനിക്ക് പാർവതി ഒന്ന് കാണണം. അതിനു മുൻപ് മാഡത്തിന്റെ പെർമിഷൻ ചോദിക്കണമല്ലോ. പാർവതി ഒന്ന് വിളിക്കോ? പാറു, ഇങ്ങ് വരൂ. നിന്റെ MD-ക്ക് നിന്നെ കാണണമെന്ന്. എന്താ പറയാനുള്ളതെന്ന് ചോദിക്ക്. 10 മിനിറ്റ് സംസാരിക്കാനുള്ള പെർമിഷനാ ഞാൻ നിനക്ക് തരുന്നത്. ഇവളോട് പറയാനുള്ളത് 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർത്തിട്ട് കൈലാഷ് തിരിച്ചു പോണം. നീ റൂമിലേക്കും പോണം. മാഡം, 10 മിനിറ്റ് പോരാ. പാർവതിയും കൊണ്ട് പുറത്തു പോകാൻ ഞാൻ വന്നിരിക്കുന്ന 9 മണിക്ക് മുന്നേ തിരിച്ചെത്തിക്കാം. അതിന് മാഡം പെർമിഷൻ തരണം. സോറി, പെർമിഷൻ തരാൻ കഴിയില്ല. കൈലാഷിന് പോവാം. എന്തുകൊണ്ട് പെർമിഷൻ തരാൻ കഴിയില്ല? ഇതൊരു ലേഡീസ് ഹോസ്റ്റലാ. ഇവിടെ ചില റൂൾസ് ഉണ്ട്. ഒരു പെൺകുട്ടിയെ ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളുടെ കൂടെ പറഞ്ഞയക്കാൻ എനിക്ക് കഴിയില്ല. മാഡം എന്താ ഈ പറയുന്ന? പാർവതിയുമായി എനിക്ക് ഒരു ബന്ധമില്ലെന്നോ? പാർവതി എന്റെ സ്റ്റാഫാണ്. എന്റെ സ്റ്റാഫ് ആയതുകൊണ്ടാണ് പാർവതി അവളുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നതും ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നു. അതറിയില്ല മാഡത്തിന്? ഒരു MD സ്റ്റാഫിനെയും കൂട്ടി പുറത്തു പോകുന്നതിൽ എന്താ തെറ്റ്? MD-യും സ്റ്റാഫും ഒക്കെ കമ്പനിയില്. ഇവിടെ ഞാൻ ഹോസ്റ്റൽ വാർഡനും പാർവതി ഇവിടെ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുമാണ്. പാർവതിയെ പുറത്തു കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇവളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സംസാരിക്കണം. അതും 10 മിനിറ്റ്. മാഡം, പാർവതി മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്. ഇവളൊന്ന് റിലാക്സ്ഡ് ആവണമെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു കിടക്കണം. അതിനാ ഞാൻ ശ്രമിക്കുന്നത്. മാഡം ഒന്ന് മനസ്സിലാക്ക. പാറു, നീ മെന്റലി ഡിസ്റ്റർബ്ഡ് ആണെന്ന് കൈലാഷിനോട് പറഞ്ഞിരുന്നോ? കൈലാഷിന്റെ കൂടെ പുറത്തു പോയാ വിഷമങ്ങൾ മാറൂന്ന് നീ കൈലാഷിനോട് പറഞ്ഞിരുന്നോ? നീ ആവശ്യപ്പെട്ടിട്ടാണോ കൈലാഷ് വന്നത്? അല്ല മാഡം. കേട്ടില്ലേ? മെന്റലി ഡിസ്റ്റർബ്ഡ് ആണെന്നോ പുറത്തു പോയാൽ ആശ്വാസം കിട്ടുമെന്നോ പാറു കൈലാഷിനോട് പറഞ്ഞിട്ടില്ല. ഇവക്കെന്തേലും മനപ്രയാസം ഉണ്ടെങ്കിൽ വേണ്ടത് ചെയ്യാൻ ഞാനിവിടെയുണ്ട്. ഒരു ഹോസ്റ്റൽ വാർഡന്റെ അധികാരമല്ലേ നിങ്ങൾ ഈ കാണിക്കുന്ന? പാർവതി ഇവിടെ താമസിക്കുമ്പോഴല്ലേ മാഡത്തിന് പാർവതിയുടെ മേലെ ഈ അധികാരം കാണിക്കാൻ കഴിയൂ. ഇനി മുതല് പാർവതി ഇവിടെ താമസിക്കുന്നില്ല. എല്ലാം കൈവിട്ട് പോവാണെന്ന് തോന്നുന്നു. അവൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ടാ രണ്ടുപേരെ അടുക്കാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി നിൽക്കാൻ എനിക്ക് കഴിയുന്നത്. അവൻ അവളെയും കൊണ്ട് ഇവിടുന്ന് പോയാ അവർക്കിടയിൽ നടക്കുന്നതൊന്നും എനിക്ക് അറിയാൻ കഴിയില്ല. പരസ്പരം അടുക്കുന്നതിൽ നിന്ന് അവരെ തടയാനും കഴിയില്ല. കൈലാഷ് അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല. എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. പാർവതിയെ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോവാ. പാർവതി, എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ടോ. അയ്യോ സർ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പാർവതി ഇനി ഇവിടെ താമസിക്കുന്നില്ല. കൂടുതലൊന്നും ആലോചിക്കണ്ട. വേഗം പോയി എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ടോ.